ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഞങ്ങൾ ഇന്ന് 1 ഡേ സ്റ്റേക്കേഷന് വന്നേക്കുവാണ് വിത്ത് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ 4 പേര് +2 പഠിക്കുമ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഡേ വന്നേക്കുവാണ്. അപ്പോൾ നമ്മൾ നേരിട്ട് മീറ്റ് ചെയ്ത് നേരെ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. അപ്പോൾ കൊച്ചിയിലുള്ള ഹണി സ്പെഷ്യൽ കേക്ക് അല്ലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് ഇൻ കൊച്ചിയാണ് കേട്ടോ ഇത്. ഇവരുടെ കേക്കും പേസ്ട്രീസൊക്കെ വേറെ ലെവലാണ്. അതുപോലെ തന്നെ ഫുഡും സ്റ്റീക്സും പാസ്റ്റയൊക്കെ അടിപൊളിയാണ്. നമ്മൾ അത് കഴിച്ച് ഫസ്റ്റ് തന്നെ എൻജോയ് ചെയ്ത്, അതുപോലെ തന്നെ എനിക്കും സുഹാനയ്ക്കും ബേബിയും ഉണ്ട്. അപ്പോൾ ഇതൊരു വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ റിസോർട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ യൂബർ എടുത്ത് നമ്മുടെ ഇന്ദിര സാൻഡ് റിസോർട്ട് കുഴിപ്പള്ളിയിലുള്ളൊരു റിസോർട്ടാണ്. അപ്പോൾ ഈ പോകുന്ന ഹിസാന ഇവിടെ നിന്ന് നിൽക്കുന്നില്ല, കാരണം അവൾ നൈറ്റ് ആകുമ്പോഴത്തേനും തിരിച്ചു പോകട്ടോ. ഇതാണ് നമ്മുടെ റൂം. പിന്നെ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു സ്ട്രെസ് റിലീഫ് തന്നെയാണ് അവരുടെ കൂടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ. ശരിക്കും ഞങ്ങൾ +2 ലൈഫിലോട്ട് തിരിച്ചു പോയ ഒരു ഫീലായിരുന്നു. ഹായ് ഗായ്സ്, നമ്മൾ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിതാ ഈ കുഴിപ്പള്ളി ബീച്ചിലോട്ടൊന്ന് ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. എന്താ പറയുക, അടിപൊളി ഒരു നല്ല ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. നമ്മൾ ബീച്ചിൽ ഇറങ്ങുകയൊന്നും ചെയ്തില്ല. പിന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. കാരണം വീഡിയോസ് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു മൊമെൻറ്റ് എൻജോയ് ചെയ്യാൻ പറ്റാത്ത പോലെ ഫീൽ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസാണ് എടുത്തേക്കണത്. അങ്ങനെ പിന്നെയും റിസോർട്ടിലോട്ട് പോയതിന് ശേഷം ഹിസാനയുടെ ഹസ്ബൻഡ് വന്നു. അപ്പോൾ അവൾ തന്നെ പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം. അങ്ങനെ നമ്മൾ ദിലുവിൻ്റെ കൂടെ പോയി ഒരു റെസ്റ്റോ കഫേ, ചിൽ ഔട്ട് റെസ്റ്റ് ഓഫ് കഫേ എന്ന് പറഞ്ഞൊരു കഫേയിൽ കയറി ഫുഡ് കഴിക്കാൻ പോയി. ആ കടയുടെ വൈബൊക്കെ അടിപൊളിയാണ്, കാരണം നേരെ തന്നെ ബീച്ചാണുള്ളത്. അതുമല്ല അവരുടെ ഈ ഇൻറ്റീരിയർ ആണെങ്കിൽ പോലും ശരിക്കും ഒരു ഗോവൻ വൈബായിരുന്നു. ഗോവയിലുള്ള തലാസ റെസ്റ്റോ കഫേ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ നല്ല കോസ്റ്റ്ലിയുമായിരുന്നു കേട്ടോ. പിന്നെ നേരെ ഹിസാന ഇത് കഴിഞ്ഞ് പോകും, കാരണം ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് പോകണമായിരുന്നു. പിന്നെ നമ്മൾ അത്യാവശ്യം സംസാരിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ റിസോർട്ടിലോട്ട് പോയിട്ടോ. അവിടെ നമ്മൾ കിടന്നുറങ്ങിയപ്പോൾ ഒരു 4 മണിയെങ്കിലും ആയിട്ടുണ്ട്. നമ്മൾ അത്ര നേരം സംസാരിച്ചത് നമ്മൾ തൊണ്ടവേദന എടുത്തിട്ടോ. പിന്നെ നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് നല്ല ടേസ്റ്റായിരുന്നു. സാധാ പുട്ടും പൂരിയും അതൊക്കെ ആയിരുന്നെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതുപോലെ തന്നെ ഈ റിസോർട്ടിൽ ഒരുപാട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കയാക്കിങ്, പിന്നെ അതുപോലെ റിവർ ബോട്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പെഡൽ ബോട്ട്, പിന്നെ കുട്ടികൾക്കായിട്ടുള്ള പാർക്കും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അവിടെയൊക്കെ പോയി. പിന്നെ പിള്ളേരുള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കയറിയില്ല. പിന്നെ അതുപോലെ തന്നെ വന്ന് ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ റെഡി ആവുകയാണ്. 11 o'clock ചെക്ക് ഔട്ട്. ഒരുമിച്ച് പലവരുടെയും മേക്കപ്പ് സാധനങ്ങൾ ടെസ്റ്റ് ചെയ്ത് നമ്മൾ മേക്കപ്പൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു. നമ്മൾ ശരിക്കും മിസ് ചെയ്യും കേട്ടോ ഈ ഒരു മൊമെൻറ്റ്സൊക്കെ. അത്ര കിടിലമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നേരെ ഫോറം മാളിലോട്ടാണ് പോയത്. അപ്പോൾ അവിടുത്തെ ഒരു ഫ്രോസൺ യോഗട്ട് ഹിസാന പറഞ്ഞ അടിപൊളിയാണെന്ന്. നമ്മളത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ റൂമിൻ്റെ കോലമാണ് ഇങ്ങനെയായി ലാസ്റ്റ്. എന്നാലും നമ്മളെല്ലാം ഒതുക്കിയിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പിള്ളേരും ആണെങ്കിലും എൻജോയ് ചെയ്തിട്ടോ. അവർക്കും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ പുറത്ത് നല്ല മഴയൊക്കെ ആയിരുന്നു. ക്ലൈമറ്റും നല്ല അടിപൊളി ക്ലൈമറ്റായിരുന്നു. എനിക്ക് ഈ മഴയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ റിസോർട്ട് നല്ലൊരു ഭംഗിയുള്ള റിസോർട്ടാണ് കേട്ടോ. പക്ഷേ റൂം കുറച്ച് ചെറുതാണെങ്കിലും റിസോർട്ടിൻ്റെ ഔട്ട്ഡോറും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ നേരെ ഫോറം മാളിലോട്ട് ഒരു യൂബർ എടുത്ത് വിട്ടു ഗൈസ്. അങ്ങനെ തസ്നിക്ക് അതുപോലെ കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, കാരണം അവൾക്ക് എന്തോ കല്യാണമുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് തസ്നി നേരെ മണാലിക്ക് പോകും. അതുപോലെ തന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് പോകും. അതുപോലെ ഹിസാന മലപ്പുറത്ത് പോകും. എല്ലാവരും പല പല ജില്ലയിൽ. സുഹാന് നേരെ ലണ്ടനിലോട്ടും പോകുന്നുണ്ടോ. ഇത്ര ഉള്ള ഈ വീഡിയോയിൽ. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ട്രിപ്സ് പ്ലാൻ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം.
1 ഡേ അല്ല 2-3 ഡേയ്സ്. അതുപോലെ തന്നെ എല്ലാവരും ഇതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഒന്ന് ഒരുമിക്കുമ്പോഴത്തേനും വളരെ ഹാപ്പി ആയിരിക്കും. നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് പറ്റത്തില്ലെന്ന്, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റും. അത്രേ ഉള്ളൂ. ബൈ.